ഡെർമറ്റോളജിസ്റ്റ് കോസ്മെറ്റിക് സർജൻ ഡോക്ടർ പ്രത്യുഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പ്രത്യുഷ, വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ പ്രത്യുഷ. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നല്ല കമ്പനി ഏതാണ് എന്ന് ചോദിക്കുന്നു. പക്ഷേ നമ്മൾ ഒരു കമ്പനിയും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആധികാരികമായി വേണം ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്. ബട്ട് വിപണിയിൽ ഒരുപാട് വ്യാജന്മാരുണ്ടല്ലേ, അത് തേച്ചാൽ മെർക്കുറി അടക്കം ഉള്ളിൽ പോകുമെന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പറയുന്നത്. എന്താണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് ഡോക്ടർ പ്രത്യുഷ? ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റ് കോസ്മെറ്റിക് സർജൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ 17 വർഷമായി സർവീസ്. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് ഒത്തിരി അധികം കണ്ടുവരുന്നത്. അതിലെനിക്ക് എടുത്തു പറയാനുള്ളത്, പല കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ പൊന്തി വരുന്ന പല ആളുകളും അവർ ബേസിക്കലി ഡോക്ടേഴ്സ് അല്ല. ഇവര് സോഷ്യൽ മീഡിയയിൽ മെയിൻലി ഇൻസ്റ്റാഗ്രാമില് ബ്ലോഗേഴ്സിനെ യൂസ് ചെയ്തിട്ട്, അത് ഫുഡ് ബ്ലോഗേഴ്സ് ആയിരിക്കാം, ട്രാവൽ ബ്ലോഗേഴ്സ് ആയിരിക്കാം, അവർ വന്നിട്ടാണ് ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. സയൻസ് പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് MBBS കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് മാത്രം അറിവുള്ള ഡോക്ടർമാരെ എന്തുകൊണ്ട് ഇന്നത്തെ ജനത വിശ്വസിക്കുന്നില്ല? നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്ന്, ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അടുത്ത ചോദ്യം, ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ മാഡം എന്നാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം, പക്ഷെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സെയിം മെഡിസിൻ അതിന്റെ കണ്ടന്റ് ആയിരിക്കില്ല. പിന്നെ ഇപ്പം ഈ വൈറ്റനിങ് ക്രീംസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ക്രീംസിൽ സ്റ്റിറോയിഡിന്റെ കണ്ടന്റ് കുറേ കണ്ടുവരുന്നുണ്ട്. അപ്പൊ സ്റ്റിറോയിഡ് നമ്മൾ തേക്കുമ്പം ഓബ്വിയസ്ലി നമുക്കുള്ള പിഗ്മെന്റ് കളറുകളെല്ലാം കുറയും, പക്ഷെ അത് അതിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. അതിന്റെ സൈഡ് ഇഫക്റ്റ് കാരണം നമ്മുടെ സ്കിന്നിന്റെ മേലെ പാളി പോകുന്നു, നമുക്ക് സൺലൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാതാവുന്നു, സ്കിൻ ഏജിങ് വരുന്നു. അങ്ങനെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഓർഗനാണ്. ഇപ്പൊ നമുക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് ബ്ലോഗർ പറഞ്ഞിട്ട് ഒരു ഹാർട്ട് സർജന്റെ അടുത്ത് പോകുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ നമ്മുടെ ജീവനാണ് നോക്കുന്നത്. ഹാർട്ടിനെക്കാളും ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ. സ്കിന്നിലുള്ള ഒരു പുള്ളി വരെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലുള്ള മാറ്റങ്ങളാണ് എന്നൊരു തോട്ട് പ്രോസസ്സ് ഇന്നത്തെ ജനതയ്ക്ക് എന്താ വരാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാല്. മാത്രമല്ല ഇച്ചിരി കറുത്തിരിക്കുന്നു എന്നുള്ള കരുതി അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. ഒരിക്കലും ഇല്ല. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ തന്നെ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഫെയർ സ്കിൻ ടോൺ ആൾക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. അതെ അതെ. എപ്പോഴും നമ്മൾ പറയുന്നത്, അപ്പോൾ ഡോക്ടർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സ്കിന്നിന് ഡാമേജ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്തരം കൺസൾട്ടന്റ്, ആധികാരികമായ കൺസൾട്ടന്റിന്റെ അടുത്ത് പോകുക, കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി മാത്രം ചികിത്സിക്കുക. ബ്യൂട്ടി പാർലറുകളെ പരമാവധി ആ രീതിയിൽ ആശ്രയിക്കാതിരിക്കുക. മാത്രമല്ല എൻ്റെ ഒരു സംശയം, പല ഈ ബ്യൂട്ടി പാർലറുകളിലും പല തരത്തിലുള്ള ഫേഷ്യലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവിടെയും കുഴപ്പമുണ്ടാവുമല്ലോ. അവരൊക്കെ ഉപയോഗിക്കുന്ന ക്രീമുകൾ ഏതാണെന്ന് നമുക്കറിയില്ല പലരും. തീർച്ചയായിട്ടും ഫേഷ്യലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറമേത്തെ സ്കിന്ന് ജസ്റ്റ്, അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഫേഷ്യൽ നമ്മളൊരു സ്ക്രബ് വെച്ചിട്ട് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഫക്റ്റ് എന്താ, അത്രയും നമുക്ക് ഫേഷ്യലിന് ഇഫക്റ്റ് കിട്ടുന്നുള്ളൂ. അത് ഡീപ്പായിട്ട് സ്കിന്നിൽ യാതൊരു പ്രോബ്ലംസും ഉണ്ടാക്കുന്നില്ല. അപ്പൊ നോർമൽ ഫേഷ്യൽസ് ഓക്കെ, പക്ഷെ ഈ പറയുന്ന പോലെ ഹൈഡ്രാ ഫേഷ്യല്, PRP ട്രീറ്റ്മെന്റ്, ഇതൊന്നും ഒരിക്കലും ഡോക്ടേഴ്സ് അല്ലാത്ത ഒരാളുടെ അടുത്തും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഇപ്പൊ കണ്ടുവരുന്നത് കുറെ ആളുകള് ഞങ്ങൾ കോസ്മെറ്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചില ഫെലോഷിപ്സ് പുറത്തേക്ക് വരുന്നു. ഈ ഫെലോഷിപ്സ് ഒന്നും NMC റെക്കഗ്നൈസ്ഡ് ഫെലോഷിപ്സ് അല്ല. അപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഡോക്ടറെയാണ്, ഒരു MBBS അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ, അല്ലാതെ ഒരു മാർക്കറ്റിംഗ് ആളെ പോയിട്ട് ഇവിടെ ആ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഈ ട്രീറ്റ്മെന്റ് ഉണ്ട്, ബ്ലോഗേഴ്സിന്റെ നമുക്ക് വിശദമായി തന്നെ വരും ദിവസങ്ങളിലും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, അതിന്റെ ടിപ്പുകൾ. താങ്ക് യു ഡോക്ടർ പ്രത്യുഷ നമുക്കൊപ്പം ചേർന്നതിൽ. ഡോക്ടർ പ്രത്യുഷയാണ് നമുക്കൊപ്പം ചേർന്നത്, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റിക് വിദഗ്ധയാണ്.